ഉച്ച തിരിഞ്ഞിട്ട് 7ാം ക്ലാസ്സിൽ ഗ്രാമർ പീരീഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ച തിരിഞ്ഞ് ഗ്രാമർ എടുക്കുമ്പോൾ ഉറക്കം വരുമല്ലോ, എങ്കിലും നമ്മൾ കുറച്ചൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് നേരം അവർക്ക് ഒരു ആക്ടിവിറ്റി ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിലാണ് നമ്മളൊരു വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും അവർക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു മോനൊരു പാട്ട് പാടും, ഞാൻ കേൾപ്പിച്ചു തരാം. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സുഖിച്ച ഓമന ചുണ്ടത്തോറും സ്കൂൾ വിട്ട് പോകുന്ന അവനെ പിടിച്ചു നിർത്തി ഞാൻ പഠിച്ചതാണ് കേട്ടോ. അങ്ങനെ വന്ന് അച്ഛമോനെ പാറമോളയും കൊണ്ടുവരാനായിട്ട് പോയി. കുറച്ച് നേരം കടയിലിരുന്നപ്പോൾ അവർക്ക് വിശന്നിട്ട് വയ്യ. അങ്ങനെ ഇവിടെ വന്ന് ക്രിസ്പി ചിക്കൻ റോളൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. ഇന്ന് വീട്ടിലേക്ക് പോകാൻ വൈകിട്ടുണ്ട് കേട്ടോ. അതാണ് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ ഇവിടെ എത്തിയിട്ട് നമ്മൾ ഈ മീൻ മേടിച്ചു കേട്ടോ. കേരയോ മറ്റോ ആണ്. അപ്പം നുറുക്കി വെച്ച മീൻ മേടിച്ചാൽ വീട്ടിൽ ചെന്നാൽ കറി വെക്കാൻ എളുപ്പമാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം അതിനു മുമ്പ് കടയിൽ കുറേ മിഠായി വന്നിട്ടുണ്ട്. അത് നോക്കി നിൽക്കുന്ന പാറമോളെ ഞാൻ കാണിച്ചു തരാൻ കണ്ടോ. പക്ഷെ അതൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടില്ല. കാരണം പാറമോൾക്ക് മിഠായി തിന്നൽ ഇത്തിരി കൂടുന്നുണ്ടേ. അങ്ങനെ അമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് അത് വീട്ടിലെത്തിയിട്ട് കൊടുത്തു. അങ്ങനെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചതിന് ശേഷം ഇനി പാറമോളെ കുളിപ്പിച്ച് ഞാൻ ട്യൂഷന് വിടുകയാണ് കേട്ടോ. അങ്ങനെ പാറമോളെ ട്യൂഷന് പോകുന്നതിൻ്റെ ഇടയിൽ ചെടികളോടൊക്കെ ഒന്ന് തലോടി പോവാണ്. ഞാൻ പറഞ്ഞു, പാറമോളെ ചെടികളോട് സ്നേഹത്തോടെ സംസാരിച്ച് അത് വേഗം വളരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അതിനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ പാറമോളെ നടന്ന് പോകുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും പോകുന്നതിൻ്റെ ഇടയിൽ ഇന്ന് മഴ ചാറുന്നുണ്ട് കേട്ടോ. കണ്ടോ, ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. അതാണ് പാറമോള് പറയുന്നത്. അപ്പം ഞാൻ മഴ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്. മഴത്തുള്ളി ഞാൻ കാണിച്ചു തരാം. കയ്യിൽ കാണില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ഇങ്ങനെ പിടിച്ചപ്പോൾ അതിലിങ്ങനെ മഴത്തുള്ളികൾ വീഴുന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ അമ്മ ഇവിടെ മീൻ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചട്ടിയിലേക്ക് മീൻ നന്നായിട്ട് കഴുകിയിട്ടിട്ടുണ്ട്. കുറച്ചെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. കാരണം മീൻകറി അച്ഛമോനും പാറമോളൊന്നും കഴിക്കില്ല കേട്ടോ. അങ്ങനെ വറക്കുന്നതിലേക്ക് മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് അവിടെ പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സവോളയും വെളുത്തുള്ളി ഇഞ്ചി അമ്മ അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. അതിലേക്കായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ അരച്ചു വെച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടെങ്കിൽ അതും അരക്കാട്ടോ. അതൊക്കെ ചേർത്ത് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വറക്കാനുള്ള മീനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മീൻകറി റെഡിയാക്കി വെക്കാൻ. ഇതാണ് നമ്മുടെ മീൻ. അങ്ങനെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മൂത്ത് വരുമ്പോഴേക്കും എൻ്റെ അച്ഛമോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛമോൻ ഉറക്കെ പാട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളിങ്ങനെ ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ അതൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ആ മുളക് പൊടിയുടെ ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ വേപ്പുമെന്ന് കുറച്ച് വേപ്പിലൊക്കെ പൊട്ടിച്ചെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂവി കൊടുത്ത അടിപൊളി മീൻകറി തയ്യാർ.